സൃഷ്ടാവ്, അവനല്ലോ നിന്റെ രാജാവ്, അവനല്ലോ നിന്റെ സൃഷ്ടാവ്, അവനല്ലോ നിന്റെ സർവവും, അവനിൽ നീ ആശ്രയിക്കൂ. അവനല്ലോ നിന്റെ സർവവും, അവനിൽ നീ ആശ്രയിക്കൂ. പറന്നു പോകും യേശുമേഘത്തിൽ വന്നിടുമ്പോൾ തീർന്നിടുമേ ക്ലേശങ്ങൾ, അന്നെല്ലാം തീർന്നിടുമേ. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ ദയവ് ചെയ്ത് ആരെങ്കിലും വായിക്കാൻ അപേക്ഷിക്കുന്നു. റോമർ 8-ന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ.
നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. മതി. ഇവിടെ ഈ റോമാലേഖനം വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ ഏറ്റവും പഠിച്ചാലും പഠിപ്പിച്ചാലും തീരാത്തൊരു പുസ്തകമാണ്. വളരെ ആഴമേറിയ ഉപദേശ സത്യങ്ങളുടെ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന വളരെ പ്രാധാന്യപ്പെട്ടതായ ഉപദേശങ്ങളാണ് ഈ റോമാലേഖനം എന്ന് പറയുന്നത്. അതിൽ ഈ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ ഒരു നല്ല വിളംബരമാണ്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ലോകത്തും ലോകക്കാരെയും രാഷ്ട്രങ്ങളെയും ജാതികളെയും എല്ലാം അവിടെ നിർത്തിക്കൊണ്ട് ക്രിസ്തുവേശുവിലുള്ള ഒരു വിഭാഗത്തെ എടുത്ത് അവരുടെ സവിശേഷതകൾ ആ ഒരൊറ്റ വാക്യം മതി വളരെ പ്രത്യേകമായി പഠിക്കേണ്ടതാണ്. ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ശിക്ഷാവിധി എന്താണെന്ന് മനസ്സിലായെങ്കിലേ ശിക്ഷാവിധി ഇല്ലെന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അതെ, കഴുകുമരത്തിലേറുവാൻ തൂക്കിൽ വിധിക്കിട്ടിരിക്കുന്ന ഒരാളിനോട് നിന്റെ കഴുകുമരം മാറ്റി നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് അതെ ഒരു കൽപ്പന ഉണ്ടായാൽ അത് അല്പം പ്രത്യേകതയുള്ള ഒരു വിഷയമാണ്. ഇതുപോലെ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. മുഴുവൻ മനുഷ്യരും പാപത്തിലെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായി, മരണശിക്ഷയ്ക്കാണ് വിധിക്കപ്പെട്ടവരായിരുന്നത്. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്കാരെ, മനുഷ്യ സമൂഹത്തെ മരണത്തിൽ നിന്ന് വിടിവിച്ച് ജീവന്റെ മാർഗത്തിലാക്കിയതിന് നമുക്ക് മുടക്കുമുതലില്ല. എന്നാൽ ഇതിന് മുതൽ മുടക്കി ഒരുവനുണ്ട്. നമ്മൾ ആ ദൈവസ്നേഹത്തെയാണ് അറിയേണ്ടത്. ഈ 8-ന്റെ 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ആ വാക്യം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യവും പഠിക്കേണ്ട വാക്യമാണ്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ പാപം അറിയാത്തവനെ നാമല്ല ദൈവത്തിന് നീതിയാകേണ്ടതിന് അവനിൽ പാപമില്ലായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഈ വാക്യല് ക്രിസ്തീയ ഉപദേശത്തിലുള്ള സ്ഥാനം മനസ്സിലാക്കണം. ആ 3-ാം വാക്യത്തിൽ ജഡത്താലുള്ള നമ്മുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് ബലഹീനകളെ നീക്കാൻ കഴിയാതിരുന്നപ്പോൾ, ന്യായപ്രമാണത്തിന് പാപിയെ രക്ഷിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ, ന്യായപ്രമാണ കർമ്മങ്ങൾക്ക് പാപമോചനം നൽകാൻ കഴിയാതിരുന്നപ്പോൾ, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്തിന് പാപപരിഹാര ശുദ്ധി വരുത്താൻ കഴിയാതെ ഇരുന്നപ്പോൾ, നിത്യാത്മാവിനാൽ തന്നെത്താൻ അർപ്പിക്കപ്പെട്ട കർത്താവായ യേശുവിന്റെ പുണ്യാഹ രക്തത്തിനു മാത്രമാണ് പാപമോചനം നൽകുവാനുള്ള അധികാരമുള്ളത്. വേറെ ഒരു മാർഗത്തിലൂടെയും പാപിക്ക് പാപമോചനമില്ല. അതാ 3-ാം വാക്യത്തിന്റെ ശക്തി. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന്റെ യാതൊരു പ്രവർത്തിക്കും കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ. ഇതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അതെ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തന്നെ ലോകത്തിലേക്ക് വരേണ്ടി വന്നു. അതാണല്ലോ എബ്രായ ലേഖനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്റെ ജഡത്തിൽ ഒരു പകരം മരണക്കാരനായി അവൻ തീരുകയും നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ക്രിസ്തുവിന്റെ ജഡത്തിൽ അത് വരികയും ചെയ്തു. അങ്ങനെ അവനിൽ വിശ്വസിക്കുന്ന നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ലഭിച്ചു. വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ഇന്നു രാത്രികാലവും ദൈവം തന്റെ പുത്രനെ ഈ സുവിശേഷ ഘോഷണത്തിന്റെ മധ്യത്തിൽ അത് വിശ്വസിക്കുന്നവന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നിർത്തിയിരിക്കുന്നു. അത് ഇന്നു രാത്രിയോ അവകാശമാക്കാവുന്ന വിഷയമാണ്. അതാണ് ആ 3-ാം വാക്യത്തിന്റെ ആ ചിന്ത. അത് പറഞ്ഞില്ല, അത് വളരെ പറയേണ്ടത്. പലരും തെറ്റിക്കുന്ന ഒരു ഉപദേശമാണ്. യേശുക്രിസ്തുവിന്റെ ജഡത്തിൽ പാപം ചെയ്യാനുള്ള കഴിവും ചെയ്യാമായിരുന്നു എന്നൊക്കെ ഒരുമാതിരി ഉഴപ്പില് ക്രിസ്തുവിന്റെ ശരീരവും നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു വേണ്ട ദുരുപദേശങ്ങൾ ഒരുപാട് വരുത്തുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം വേദപുസ്തക ഉപദേശം മുഴുവൻ വിശ്വസിക്കണം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിനെ അവനെ നമുക്ക് വേണ്ടി പാപം ആക്കിയതാണ്. അവനിൽ പാപമില്ലായിരുന്നു.
തിരുവെഴുത്ത് പറയുന്നത് അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അതേ മരിച്ച ക്രിസ്തുവിന്റെ പാപപരിഹാര ബലി പാപമുള്ളതായിരുന്നെങ്കിൽ നമുക്ക് പ്രയോജനപ്രദമല്ല. അവനിൽ പാപമില്ലാത്ത ഊനമില്ലാത്ത യാഗമായി കുഞ്ഞാട് കാൽവറുക്കപ്പെട്ടത് കൊണ്ട് വിശ്വസിക്കുന്ന പാപിക്ക് പാപമോചനത്തിന് സാധ്യത വന്നത് കൊണ്ടാണ്. ഇനിയും അതൊന്ന് ചിന്തിക്കാൻ 5-ാം വാക്യത്തിലേക്ക് ഒന്ന് പൊയ്ക്കോട്ടെ. ഓടി പോകുന്നേ ഉള്ളൂ, വിഷയത്തിലൂടെ കയറാൻ വേണ്ടിയുള്ള ഒരു പോക. 5-ാം വാക്യം എന്താ പറയുന്നേ? ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും സ്വഭാവമുള്ളവര് ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. പെന്തക്കോസുകാർ ആത്മാവിനുള്ളതും ലോകക്കാർ മറ്റേനുള്ളതും ചിന്തിക്കുന്നത് നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ഞാൻ എടുത്തു പറഞ്ഞത് ഉദ്ദേശത്തോടു കൂടിയാ. സമൂഹവും ജാതിയും തിരിച്ചുള്ള പ്രസ്താവനയല്ല ഇതിലെ ഒട്ടുമുക്കാലും കാര്യങ്ങൾ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ജഡസ്വഭാവവും ആത്മസ്വഭാവവും. ഈ ജഡസ്വഭാവമുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം? അവർ ജഡത്തിനുള്ള വഴിക്കൂടെ അതിൻ്റെതായ അഭിലാഷങ്ങൾക്കൊപ്പിച്ച് അതിന്റെ അനുകരണത്തില് അതിനു വേണ്ടിയുള്ള വരക്കം പാച്ചിലാണ്. പ്രത്യേകിച്ച് അവർ ഏത് സഭയിലാണെന്ന് നമ്മൾ തിരക്കാൻ പോകണ്ട. ഒരു മനുഷ്യന്റെ പ്രവൃത്തികളും യാത്രയും ചെയ്തിയും ചെയ്യുവനകളും ഒക്കെ നോക്കുമ്പോൾ ആ മനുഷ്യന്റെ സ്വഭാവം നമ്മൾ കാണുമ്പോൾ അവരെ അവിടെ വെച്ച് നമുക്ക് തിരിക്കാം. ജാതി പറഞ്ഞും മതം പറഞ്ഞും തിരിക്കേണ്ട. പ്രവൃത്തികൾ കാണുമ്പോൾ വൃക്ഷത്തിന്റെ ഫലം അറിയുമ്പോൾ ആ വൃക്ഷത്തിന്റെ സ്വഭാവം വേർതിരിക്കാവുന്നത് പോലെ മനസ്സിലാക്കാവുന്നത് പോലെ മനുഷ്യന്റെ സ്വഭാവത്തിലൂടെ അവൻ ആരാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇവിടെ 2 സ്വഭാവങ്ങളെ വേർതിരിക്കുന്നു. ജഡ സ്വഭാവം, ആത്മസ്വഭാവം എന്നുള്ള വിഷയത്തിലേക്ക് വരുന്നു. അത് വിശദീകരിക്കാൻ ഇപ്പോൾ ഉചിതമായ നേരമില്ല ഇവിടെ. അപ്പോൾ അതിന് 9-ാം വാക്യമാണല്ലോ ഇവിടെ വായിച്ചത്. ആ 9ഉം 10ഉം വാക്യം വരുമ്പോൾ നിങ്ങളോ എന്ന് പറഞ്ഞാൽ സഭയെ നമ്മെ ആ സംബോധന എന്ന് വിചാരിച്ചാട്ട് പൗലോസ് റോമാ സഭയ്ക്കാണ് എഴുതുന്നത്. ആഗോള വ്യാപകമായി റോമായി അന്ന് പഠിച്ചാൽ ലോകത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയായ റോമയാണ്. സംസ്കാര സമ്പന്നതയുടെയും സാമ്പത്തിക ശക്തിയുടെയും അധികാരത്തിന്റെ പടവാൾ ഉയർത്തി ലോകത്തെ മുനയ്ക്ക് മുന വെട്ടിപ്പിടി നിർത്തിയിരിക്കുന്നതായ ആ റോമാ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയിലുള്ളതായ സഭ ഇന്നത്തെ ലണ്ടനെയോ അല്ലെങ്കിൽ ന്യൂയോർക്കിനെയോ പാരീസിലെയോ സഭകളെക്കാളൊക്കെ അപ്പുറത്ത് അഭിമാനം കൊള്ളുവാൻ വകയുള്ള അത് വലിയ അന്തസ്സുറ്റ ഒരു സ്ഥലത്തെ സഭയാണ് റോമായിലെ സഭ. ആ റോമായിലെ സഭയോട് പറയുകയാണ്, നിങ്ങളോ റോമായിലായതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകതയൊന്നുമില്ല. ക്യാപിറ്റൽ സിറ്റിയുടെ ആ പരിഷ്കാരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകത ഒന്നും പറയുന്നില്ല. നമ്മൾ അങ്ങനൊക്കെ കുറെ പറയും. എന്നാൽ ഇവിടെ നിങ്ങളോ ഏതു സിറ്റിയിലായാലും ഏതു രാജ്യത്തായാലും ഏതു സ്ഥാനത്തായാലും നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെന്ന് വരികിൽ മാത്രമേ നിങ്ങൾക്ക് പ്രത്യേകതയുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരാണ്. അല്ലെങ്കിൽ റോമായി പാർക്കുന്ന നിങ്ങൾ അതെ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വഭാവം ഇല്ലെങ്കിൽ നിങ്ങൾ ജഡീകന്മാരും ജഡസ്വഭാവക്കാരും ലോകക്കാരും ലോകത്തെ അനുകരിക്കുന്നവരുമാണ്. അങ്ങനെ സ്ഥലത്തിന്റെ മാറ്റം മഹിമയും ഒന്നും നോക്കി ആരെയും വേർതിരിക്കേണ്ട. അതെ ക്രിസ്തീയ അനുഭവങ്ങളും ആത്മാ സ്വഭാവവും നോക്കിയാണ് കാര്യങ്ങളുടെ വേർതിരിവ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇന്ന് സാമ്പത്തികം നോക്കിയും മറ്റ് ചില കാര്യങ്ങൾ ചുറ്റുപാടുകൾ നോക്കിയും വിദ്യാഭ്യാസം നോക്കിയും ആസ്തിയും മറ്റും പലതും നോക്കി വേർതിരിവ് നടത്തുമ്പോൾ പരിശുദ്ധാത്മാവിന് ആ വഴി കൂടെ വരാൻ സാധിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെയും അനുഭവത്തിന്റെയും അനുകരണത്തിന്റെയും അവസ്ഥയിൽ മാത്രമേ ആ കാര്യം പഠിക്കുവാനും മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിങ്ങളോ ദൈവാത്മാവ് നിങ്ങളിൽ ഉണ്ടെന്ന് വരികിൽ, എത്ര വലിയ മഹാസിറ്റിയിലെ ആൾക്കാരായാലും എത്ര വലിയ സമ്പന്നരായാലും വിദ്യാസമ്പന്നരായാലും സംസ്കാര സമ്പന്നരായാലും അതൊക്കെ അവിടെ ഉണ്ട്. അതിനൊന്നും ഒരു കുറവും അവിടെ ഇല്ല. പക്ഷെങ്കിൽ ഈ ഒരു കാര്യം മറക്കരുത്, അതുകൊണ്ട് ആത്മാവ് ഇവിടെ ഉണ്ടാകണമെന്നില്ല.
അതേ സാധുക്കളായാലും പണക്കാരായാലും വിദ്യാസമ്പന്നന്മാരായാലും വിദ്യാവിഹീനരായാലും നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കി നിർത്തേണ്ടത് ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ അധിവസിക്കുന്നു. ആ സ്വഭാവം നമ്മൾ കാട്ടുന്നത് കൊണ്ട് മറ്റുള്ളവർ അറിയത്തക്ക നിലകളിൽ ദൈവാത്മാവ് അധിവസിക്കുന്ന നടത്തുന്ന ഇവർ മറ്റുള്ളവരെ പോലെയല്ല, ഇവർ വ്യത്യസ്ത സ്വഭാവക്കാരാണെന്ന് നമ്മുടെ സ്വഭാവം കണ്ടാണ്, അഥവാ പെന്തക്കോസ്തുകാരെ കണ്ടാണ് ലോകം പഠിക്കേണ്ടത്. ഇവർ പ്രത്യേക സ്വഭാവക്കാരാണ്, ഒരു ലേബലിന്റെ മുമ്പിലല്ല. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അതിനെ ഒന്നും ചെയ്യണ്ട. പക്ഷെ ലേബൽ എന്നുള്ളതല്ല ഇവിടെ വിഷയം, സ്വഭാവം എന്നുള്ളതാണ് വിഷയം. അത് നമ്മുടെ സ്വഭാവം ആത്മാവിനാലും വചനത്താലും വീണ്ടും ജനനം പ്രാപിച്ചവരാണെങ്കിൽ അവരോർത്തിരിക്കണം, അവർ ആത്മസ്വഭാവക്കാരായിരുന്നേ മതിയാകത്തുള്ളൂ. ഇത് ഈ വേദപുസ്തകത്തിന്റെ ആദ്യ വാക്യം മുതല് പരിശുദ്ധാത്മാവിന് സ്ഥാനമുണ്ട്. ചിലരൊക്കെ പറയും പഴയ നിയമത്തിൽ ഒന്നും വലിയ കാര്യമായിട്ട് ഇല്ലെന്ന്. അല്ല, അങ്ങനല്ല. പഴയ നിയമത്തിൽ 1-ാമത്തെ ഭാഗം മുതല് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പൊരുന്നിരുന്നു. അവിടെ മുതൽ ദൈവാത്മാവിനെ കാണാൻ കഴിയുന്നു. അതെ, യോസെഫിനെ പ്രത്യേകതയുള്ളവനാക്കിയത് അവന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, അങ്ങനൊന്നും പറയാനില്ലായിരുന്നല്ലോ. പിന്നെ അടിമത്വത്തിലും ഒരു ജയിലറയിലും കിടന്നു ജീവിതമാകപ്പാടെ വിഷമത്തിലും ഭാരത്തിലുമായി തീർന്ന ഒരു മനുഷ്യനെ ഫറവോന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ, നീ പഠിച്ച കോളേജ് ഏതാ, നീ യൂണിവേഴ്സിറ്റി ഏതാ, കേംബ്രിഡ്ജ് ആണോ ഓക്സ്ഫോർഡ് ആണോ പഠിച്ചതെന്നല്ല ചോദിച്ചത്. അങ്ങനെയുള്ള ഒന്നും പറയാൻ ജീവിതത്തിൽ ഉണ്ടാകാത്ത അതേ ഒരു സാധാരണക്കാരനായി അതേ മറ്റുള്ളവരാൽ തരംതാക്കപ്പെട്ടതായ ഒരു ജോസേഫിനോട് ഫറവോൻ പറയുന്ന വാക്ക് നമ്മുടെ തലമുറയും ചെറുപ്പക്കാരും മറക്കല്ല്. ദൈവത്തിന്റെ ആത്മാവുള്ള ഇവനെ പോലെ ഒരുത്തനെ നമ്മുടെ രാജ്യത്തെങ്ങാനും കണ്ടെത്തുവാൻ കഴിയുമോ? ഫറവോന്റെ ഡിക്ഷണറിക്കകത്ത് ഇല്ലാത്ത വാക്കാണ് അവൻ എടുത്തത്. ദൈവത്തിന്റെ ആത്മാവുള്ള ഈ യോസേഫിനെ പോലെ മിസ്രൈമ്യ സാമ്രാജ്യത്തിൽ ഒരുത്തനുമില്ല. അപ്പോൾ മിസ്രൈമിലെ സകല വിദ്യാഭ്യാസവും സകല ജ്ഞാനവും അതേ സകല കാര്യപരിപാടികളെക്കാളോ ദൈവത്തിന്റെ ആത്മാവിനാണ് പ്രത്യേകതയെന്ന് ഫറവോൻ ലോകത്തിലെ മഹാന്മാരുടെ മുമ്പിൽ വരവ് വെക്കണമെങ്കിൽ ദൈവാത്മാവിനെ തരം താഴ്ത്തുന്ന തലമുറയോട് ഇന്ന് ഞാൻ പറയട്ടെ, ദൈവാത്മാവിനേക്കാൾ വിശേഷതയുള്ള യാതൊന്നും പെന്തക്കോസ്തിന്റെ ഗോളത്തിൽ കാണാനില്ല. പെന്തക്കോസ്തുകാരെ നമ്മളെ അത് ജയത്തിന്റെ പാതയിൽ ഇത്രത്തോളം കൊണ്ടുവന്ന പരിശുദ്ധാത്മാവിനെ മറികടന്ന് നമ്മൾ പോകരുത്. ആത്മസ്വഭാവത്തിന് വിധേയനും അധീനരുമായിരിക്കണം നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് നമ്മെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വേദപുസ്തകത്തിൽ പരിശുദ്ധ തൃത്വത്തെ കുറിച്ചുള്ള പഠനം അത്യന്താപേക്ഷിച്ച് നമ്മുടെ സഭകളിലോ പൊതുവിലോ പ്രസംഗങ്ങളിലോ വളരെ കുറച്ച്, അതെ വളരെ വിരളമായി മാത്രമേ അത് കേൾക്കാൻ പോലും കഴിയുകയുള്ളൂ. അത്ഭുതങ്ങളും അടയാളങ്ങളും കാര്യങ്ങളും കാര്യപരിപാടികളൊക്കെ നീട്ടി പറയുമ്പോൾ അടിസ്ഥാനപരമായ നിലനിൽപ്പിന്റെ ഉപദേശം എന്താണെന്ന് പലപ്പോഴും മനസ്സിലാകുന്നില്ല, പറയുന്നില്ല. അതൊരു വലിയ പരാജയമാണ് നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകുന്നതാകയാൽ ഇളം തലമുറ ചുവട് വെച്ച് വളർന്നു വരണമെങ്കിൽ നമ്മുടെ ഉപദേശമാഹാത്മ്യം എന്താണെന്ന് എപ്പോഴും അരക്കെട്ട് ഉറപ്പിച്ച് പഠിപ്പിക്കേണ്ടതാണ്. ഇതാവുമ്പത്തൊണ്ണം പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവവും ആ ദൈവത്വത്തിലെ തൃത്വവും നമ്മൾ വിശ്വസിക്കുന്നവരാണ്. കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്തുകാർ വരെ ഒരുപോലെ വിശ്വസിക്കുന്ന ഉപദേശം തൃത്വത്തെ കുറിച്ചാണ്. തൃത്വത്തെ കുറിച്ചുള്ള പഠിപ്പിക്കുകയും പഠനവും അതേ പൊതുവെ അംഗീകാരയോഗ്യമാണ്. ക്രൈസ്തവ സൊസൈറ്റികളില് 1-2 സമൂഹങ്ങൾ ഒഴിച്ച് എല്ലാവരും തൃത്വത്തെ കുറിച്ച് വിശ്വസിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. അനുഭവത്തിൽ പാളിപ്പോയാലും അതേ ഉപദേശത്തിൽ ആ കാര്യങ്ങൾക്ക് കുറെ ഏകീകരണമുണ്ട്. ഞാൻ അതിലോട്ടൊന്ന് കടക്കാൻ ഒക്കുകയില്ല, ആഗ്രഹമുണ്ടെങ്കിലും പിതാവായ ദൈവമെന്ന് പറയുന്നത് അദൃശ്യനായ ദൈവമാണ്. ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ കഴിയത്തുമില്ലെന്ന്. കൂടുതൽ വാക്യങ്ങൾ പറയാൻ ഒക്കുകയില്ലെങ്കിലും പൗലോസ് ശ്ലീഹ 1 തീമോഥെയോസ് 6-ാം അധ്യായം 15 മുതൽ പറഞ്ഞു വരുമ്പോൾ, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവുമായി അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരും താൻ മാത്രം അവർത്യതയുള്ളവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തുമെന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തെ അതുവരെ ആരും കണ്ടിട്ടില്ല, കാണാൻ കഴിയത്തുമില്ലെന്നുള്ള ആ പ്രസ്താവന കൊണ്ട് അദൃശ്യനായ ഒരു ദൈവം നമുക്കുണ്ട്. എങ്കിലും അവന്റെ പ്രവർത്തികളെല്ലാം ദൃശ്യമാണ്.
അങ്ങനെ അത് പഠിച്ചാൽ പോരാ, അത് വളരെ ആഴമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. അദൃശ്യനായ ദൈവം, അതേ മോശ വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ കണ്ടെത്താം. പഴയ നിയമം പുതിയ നിയമം തമ്മിൽ പാളിപ്പോകുന്നില്ല. കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ അതെ അവന്റെ മടിയിൽ നിന്ന് ഏകജാതനായ പുത്രൻ അവനെ ലോകത്തിൽ വെളിപ്പെടുത്തി. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന കാര്യം ക്രിസ്തു അതെ അംഗീകരിച്ച് വരവ് വെച്ചത് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് കൂടുതൽ തെളിവിന് പോകേണ്ട കാര്യമില്ല. ദൈവത്തെ കണ്ടിട്ടില്ല, ആർക്കും കാണാൻ കഴിയില്ല. അത് പിതാവായ ദൈവത്തിന്റെ ആളത്വത്തെ സംബന്ധിക്കുന്നതാണ്. പിന്നെ പുത്രൻ എന്തോന്നാ? പുത്രനായ ദൈവം അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി എഴുന്നള്ളി വസിച്ചത്. അതേ ഫിലിപ്പോസേ, എന്നെ കണ്ടെന്നല്ല പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ് യേശു പഠിപ്പിച്ചത്. യേശു ക്രിസ്തുവിനെ ദർശിക്കുന്ന ഒരു വ്യക്തിക്ക് പിതാവിനെ ദർശിക്കുവാൻ കഴിയുന്നത് പോലെ ക്രിസ്തുവിനെ ദർശിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിനെ കാണാൻ സാധിക്കണമെന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഇവർ ക്രിസ്തുവിനോട് കൂടെയുള്ളവരെന്ന് ഏത് സ്ഥിതിയിലും മനസ്സിലാക്കാൻ ആ സ്വഭാവത്തിന്റെ അനുകരണമാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും അത് ദൃശ്യമായ ദൈവത്വത്തിന്റെ സമ്പൂർണതയുമാണ്. അത് വേദപുസ്തക ഉപദേശം അനുസരിച്ച് അതങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവ് എന്താ? പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചാണ് ഈ പുതിയ നിയമസഭ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ യുഗമായത്. പരിശുദ്ധാത്മാവിൽ ആരംഭിച്ച സഭയാണ്. അന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പിതാവിനെയും പുത്രനെയും സംബന്ധിച്ച് അവിടെ പഠിപ്പിക്കുന്ന വിഷയമല്ല. പരിശുദ്ധാത്മാവ് അളത്വപരമായ സ്വർഗമഹിമയിൽ നിന്ന് ഇറങ്ങി താണലോകത്തിലെ സിയോൻ മാളിക മുറി വന്ന് കൂടിയിരുന്നവരെയൊക്കെയും നിറച്ചോ. അവർ ആത്മാവിൽ വൻകാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. ലോകം അതേ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ ദർശിക്കാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ്. പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ 63 ശയ്യാവിൽ 2 വട്ടം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. ദൈവം അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? പരിശുദ്ധാത്മാവ് എന്ന വാക്ക് തന്നെ യെശയ്യാവ് 2 വട്ടം 63 ഉപയോഗിച്ചിട്ടുണ്ട്. 51 അധ്യായത്തിൽ സങ്കീർത്തനത്തില് പാപം ചെയ്ത ദാവീദ് അതേ വീണ് കിടന്നുരുണ്ട് നിലവിളിച്ച് കരയുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ എടുക്കരുതേ എന്ന് അതേ വീണ് കേണപേക്ഷിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് അകത്താണ്, ദൈവം കൊടുത്തതാണ്. അതേ ആ വസ്തുതകളുടെ എല്ലാം അടിസ്ഥാനപരമായി ചെന്ന് ഉപദേശത്തോടെ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കളെ, പെന്തക്കോസ്തുകാരാണ് ഇതിനകത്തെ ബഹുഭൂരിപക്ഷമൊന്നും എനിക്കറിയാം. രക്ഷിക്കപ്പെടാത്തവരൊക്കെ നമ്മുടെ യോഗങ്ങൾ വളരെ വിരളമായി വരികയുള്ളൂ. എന്നാൽ ദൈവമക്കൾക്ക് നാള് കഴിയുന്തോറും ഉപദേശത്തിന്റെ ശക്തിയും അത് ഉപദേശത്തിന്റെ പരിജ്ഞാനവും ഉപദേശത്തിന്റെ അറിവും നമ്മിൽ വർദ്ധിച്ചു വന്നെങ്കിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വളർച്ചയിൽ കുഞ്ഞുങ്ങളായിട്ടിരിക്കരുത്. അതേ ക്രിസ്തീയ വിശ്വാസികൾ വളർച്ചയിൽ നല്ല യോദ്ധാക്കളായി നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ആത്മീയ വളർച്ചയിൽ നമ്മൾ മുൻപോട്ട് വരണം. നാം പുറകോട്ട് കുറഞ്ഞു പോകുന്നവരല്ല, ആത്മീയ വളർച്ചയിൽ നിറഞ്ഞു വരുന്നവരായി തീരണമെന്നാണ് ഈ വേദപുസ്തകം. ക്രിസ്തുവാകും തലയോളം വളരണമെന്നാണ്, ദൈവത്തിന്റെ നിറവിനോളം നിറഞ്ഞു വരണമെന്നാണ് നമ്മെ കുറിച്ച് പഠിപ്പിക്കുന്നത്. എന്നും ഒരേ മാതിരിയുള്ള കാര്യപരിപാടിയിലെ ശ്ലോകം ചൊല്ലിക്കൊണ്ടിരിക്കുകയല്ല. അനുദിനം വിശ്വാസി ആത്മീയ വളർച്ചയുടെ പടികളെ കയറി ആ ദൈവത്തിന്റെ നിറവിനോളം നിറഞ്ഞു വരുന്ന ആത്മീയ അനുഭവം ഉണ്ടായെങ്കിലേ മതിയാകത്തുള്ളൂ. ശൈലി മാറ്റണം, അതേ പതിവുകൾ മാറണം. നമ്മുടെ ഉപദേശത്തിന്റെ ശ്രേഷ്ഠതകള് അതിന്റെ ആഴത്തിൽ നിന്ന് മനസ്സിലാക്കി പഠിച്ച് അത് അനുകരിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതാണ് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വിശ്വാസിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. അത് വീണ്ടും ജനനം എന്ന് പറയുന്ന അനുഭവം നമുക്കുണ്ട്. അത് ദൈവാത്മാവിനാലും വചനത്താലുമാണ് നമ്മൾ വീണ്ടും ജനിച്ചത്. എന്നാൽ വീണ്ടും ജനനം നടന്നതുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനത്തെയോ ആത്മനിറവിനെയോ മാറ്റി കളയാൻ സാധ്യമല്ല. അതൊരു പ്രത്യേക അനുഭവമാണ്. നിങ്ങൾക്കറിയാമല്ലോ, വാക്യം ഞാൻ വായിപ്പിക്കേണ്ട നേരമില്ലാത്തതുകൊണ്ടാണ്. യേശു ക്രിസ്തു ആത്മാവിൽ ജനിച്ചു. ലൂക്കോസ് 1-ാം അധ്യായത്തിലെ പ്രതിപാദ്യം ആ വിഷയത്തെ കുറിച്ച് വളരെ ശക്തമായി പറയുന്നു. അവൻ ആത്മാവിൽ ജനിച്ചു, പരിശുദ്ധാത്മാവിൽ ജനിച്ചു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ഉൽപാദിതമാകുന്ന വിശുദ്ധ പ്രജ ദൈവത്തിൽനിന്ന് വിളിക്കപ്പെടും. ആത്മാവിൽ ജനിച്ചവനാണ്. 2:40 വരുമ്പോൾ അവൻ ആത്മാവിൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ദൈവകൃപ അവൻ മേലുണ്ടായിരുന്നു.
ആത്മാവിൽ ജനിച്ചതുകൊണ്ട് ആയില്ല, അവൻ ആത്മാവിൽ വളർന്നു. അനുകരണീയമായ ഒരു മാതൃകയാണത്. അത് കഴിഞ്ഞ് 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ബെത്ബാറാക്കടവിൽ യോഹന്നാന്റെ കൈക്കീഴ് സ്നാനമേൽക്കുമ്പോൾ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അതേ സ്നാനത്തിൽ നിന്ന് വെള്ളത്തിൽ പൊന്തി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് യേശുവിനെ നിറച്ചു. അതേ ജനനം മതിയായിരുന്നെങ്കിൽ, വളർച്ച മതിയായിരുന്നെങ്കിൽ പിന്നെ ഒരു അഭിഷേകത്തിന്റെ ആവശ്യകത എന്താണ്? യെശയ്യാ 61-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ അത് എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയായ കർത്താവിനെ അഭിഷേകം ചെയ്തുവെന്ന് പ്രവചന വചനത്തിന് നിവൃത്തിയായിട്ട് യേശുവിനെ പരിശുദ്ധാത്മാവിന് ശക്തിയിലോ അഭിഷേകം ചെയ്തു എന്ന് പത്രോസ് തന്റെ പ്രവൃത്തി പുസ്തകത്തിലെ പ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട്. അത് അനിവാര്യമാണ്, നിഷേധിപ്പാനാവതല്ല. 4-ന്റെ 1-ാമത്തെ വാക്യത്തിൽ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനെ മരുഭൂമിയിലേക്ക് പോയി ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്ന് സാത്താനോട് പോരാടി ജയിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നു. അതേ അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അവൻ പരിശുദ്ധാത്മാവിൽ ശക്തിയോടെ മടങ്ങി ഗലീലയിലേക്ക് വലിയ പള്ളിയിൽ വന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞു വന്ന പിന്നെയാണ് പുസ്തകം വായിക്കാൻ വായനക്കാർ കൈ കൊടുത്തത്. ഇന്ന് അതൊന്നും ഇല്ലേലും എല്ലാം നടക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് നിറവിന്റെ അനുഭവം കൊണ്ട് ഉണ്ടാകേണ്ട വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും അനുഭവങ്ങളും ഒക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് പഠിച്ച് ഗ്രഹിക്കാൻ ആത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയെ അതിന് പൊതു ശുശ്രൂഷയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗം ഇവിടെ കാണുവാൻ കഴിയുന്നു. 10-ന്റെ 21 ലൂക്കോസ് വായിക്കുമ്പോൾ യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത് എന്തെന്നാൽ, അപ്പോൾ ഇതൊന്നാണോ ഞാൻ ചോദിക്കുന്നു? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പരിശുദ്ധാത്മാവിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ജനനം മുതൽ നിത്യജീവത്തിന്റെ ആത്മീയ ആനന്ദം വരെ അനുദിനം വിശ്വാസിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക ആത്മീയ അനുഭവങ്ങളാണ്. നമ്മിലാരും ഇതിൽ വ്യത്യസ്തരാകരുത്. ഈ അനുഭവങ്ങൾ നമുക്ക് ഇന്നും എന്നും ഉണ്ടായേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് ദിവസവും നമ്മുടെ ആരാധനയിലും നമ്മുടെ ജീവിതത്തിലും ആത്മാവിന്റെ ആനന്ദമുള്ള ഒരു ജീവിതമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നിങ്ങളോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെന്ന് വരികിൽ നിങ്ങൾ ആരാ? ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ഉണ്ടെന്ന് വരികിൽ നമ്മൾ ആരാ? ഞാൻ അതിലോട്ടൊരു അല്പം കടക്കാൻ സമയമുള്ളല്ലോ, അതുകൊണ്ട് സമയപരിധിക്കകത്ത് നിൽക്കുകയും വേണം. ആ വാക്കിന്റെ അർത്ഥം എന്താ? ദൈവാത്മാവ് നിങ്ങളിൽ ഉണ്ടെന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവം ഉള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരാ. ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കളോട് ഞാൻ പറയുന്നു, നമ്മൾ ജഡത്തിനൊപ്പിച്ച് ജഡവികാരമുള്ളവരായി, ജഡത്തെ അതിന്റെ നിലയിൽ പോഷിപ്പിക്കുന്നവരായി, ആത്മീയതയുടെ അനുഭവങ്ങളില്ലാതെ പിന്നോക്കം നമ്മൾ പോയാൽ ഇത് എവിടെ കൊണ്ടുപോകാനാ? ഇതാരെ കാണിക്കാനാ? ഇതാർക്ക് കൊടുക്കാനാ? ആരെ പ്രസാദിപ്പിക്കാനാ? എന്റെയും നിന്റെ ജീവിതത്തില് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യമില്ലെങ്കിൽ തമ്പുരാൻ ആ ജീവിതത്തിൽ ഒരു പങ്കും ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ആ കവിഞ്ഞൊഴുക്ക് നമ്മിൽ വന്നെങ്കില് ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ദൈവം വിളിച്ചു പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ആ അനുഭവത്തെ നോക്കിക്കൊണ്ട് സ്വർഗം വിളിച്ചു പറയാണ്, ഇവൻ എന്റെ പ്രിയപുത്രനാണ്. പ്രിയമക്കൾക്ക് കൊടുക്കാനുള്ള ആത്മീയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളുമാണ് അതെന്ന് ആ വിളംബരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമല്ലോ. ദൈവമക്കളെ, എപ്പോഴും സ്വഭാവം മാറി ആത്മസ്വഭാവമുള്ളവരായിരിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വൈകാരികമായും പിന്നെ ആത്മീയതയ്ക്ക് വൈരുദ്ധ്യമായും പിന്നെ ദൈവപ്രമാണത്തിന് വിരുദ്ധമായും ഒക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ നമ്മളൊന്ന് ഓർത്തോണോ, ആ വഴിക്ക് പോകേണ്ടവരല്ല. ആത്മസ്വഭാവക്കാരായി അത് ജീവിതത്തിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. ഒരു പ്രാവ് ഏതെങ്കിലും അശുദ്ധിയിൽ ഇരിക്കുമോ? വിശന്നാൽ ആ പ്രാവ് അയോഗ്യമായ അശുദ്ധമായത് ഭക്ഷിക്കുമോ? ഇല്ല. അഥവാ ഏത് നിലയിൽ പഠിച്ചാലും വിശന്നാലും ചത്താലും ഒരു പ്രാവിന്, ഒരു ജീവിക്ക് അതിൻ്റെതായ ഒരു നിലയിലുള്ള ഒരു അന്തസ്സും നിലയും നിലവാരവും ഉണ്ട്. കാക്കയ്ക്ക് എന്തോ ഉണ്ട്? തിന്ന് നിറഞ്ഞ് കുടല് പൊട്ടിയാലും പിന്നെയും ഏത് അശുദ്ധിക്കകത്തും അത് പോയിരിക്കും. അതിൽ നിന്ന് ഒരു വിരക്തി ഉണ്ടാകത്തില്ല. ഇത് ലോക മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വിശ്വാസി വിശുദ്ധിയിലും നീതിയിലും ദൈവഭക്തിയിലും വേർപാടിലോ ആത്മസ്വഭാവത്തിലോ ഏത് പ്രതികൂലങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നാലോ ആത്മസ്വഭാവം വെടിയാത്ത ഒരു വിശ്വാസിയാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് നമ്മൾ മനസ്സിലാക്കി വരേണ്ടത്. പരിശുദ്ധാത്മാവ് ഈ സ്വഭാവം മാറ്റം എങ്ങനെ നടക്കും?
നിങ്ങളൊന്ന് മനസ്സിലാക്കി ഞാൻ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞു നോക്കാം. ഈ പുസ്തകത്തോളം വലിപ്പമുള്ള ഒരു വലിയ കരിക്കട്ട നമ്മുടെ ഒക്കെ കയ്യിലുണ്ടെന്നങ്ങ് സങ്കല്പിക്കുക. കാശിയലവില്ലല്ലോ. ഈ സംഘത്തിലൂടെ ഒരു കാര്യം ഓർക്കും, ഇതൊന്ന് ഒന്ന് മാറ്റി, ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറ്റി എടുക്കണമെന്ന് നമുക്കൊരു ചിന്ത വന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, നല്ല ബെനഗുളിക സൂപ്പൊക്കെ ഇട്ട് കുളിപ്പിച്ച്, ദിവസവും കുളിപ്പിച്ച്, സെന്റൊക്കെ അടിച്ച്, പൗഡറൊക്കെ പൂശി, അത് പട്ടുതുണിക്കകത്ത് കെട്ടി പെട്ടിക്കകത്ത് വെച്ച് കുറെ ദിവസം നോക്കാം, ഇതിന്റെ സ്വഭാവം മാറുമോ എന്ന്. മാറില്ല. എത്ര കുളിപ്പിച്ചാലും കുളിപ്പിക്കുന്നവന്റെ കയ്യിൽ അതിന്റെ സ്വഭാവം കുറെ പറ്റുകല്ലാതെ കരിക്കട്ടയുടെ സ്വഭാവം കുളിപ്പീര് കൊണ്ട് നടക്കത്തില്ല. അതേലടിക്കുന്ന സെന്റോ അതേലിടുന്ന പൗഡറോ ഒന്നും ഇതിന് സ്വഭാവം മാറ്റാൻ പര്യാപ്തമല്ല. പിന്നെ നമ്മുടെ അതേ അനുഭവത്തിൽ അതേ കുറെ പറ്റുമെന്നല്ലാതെ ഒരു ഗുണവും വരുന്നില്ല. എന്നാൽ ഈ പ്രയത്നം ഒന്നും വേണ്ട. കരിക്കട്ടയുടെ സ്വഭാവം മാറ്റാൻ ഈ കഠിനാധ്വാനം ഒന്നും വേണ്ട, ചെലവും വേണ്ട. ആ തീക്കുണ്ടത്തിനകത്തോട്ട് ഈ കരിക്കട്ടയൊന്ന് വലിച്ചെറിഞ്ഞു നോക്ക്. അവിടെ കിടന്നു നിമിഷങ്ങൾക്കകം ഇതിന്റെ നിറം മാറും, ഗുണം മാറും, സ്വഭാവം മാറും. ആകപ്പാടെ അതിന് വലിയ വ്യത്യാസം ഉണ്ടാകും. കറുത്ത നല്ല കരിക്കുട്ടനായിരുന്ന കരിക്കട്ട തീക്കകത്ത് വരുമ്പോൾ അത് ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു കഷണമായിട്ട് മാറും. അതേ ക്ഷുദ്രജീവികൾ അതേ കയറി ആക്രമിക്കാൻ പറ്റുകയില്ല. അതിനോട് അടുത്താൽ അവിടെ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് എന്താണ് മാർഗം? ജഡസ്വഭാവം മാറി ആത്മസ്വഭാവത്തിൽ വരുവാൻ 7 PhD എടുക്കാൻ നടക്കത്തില്ല. ലോകത്ത് മുഴുവൻ കയറിയിറങ്ങി സംസ്കാരം പഠിച്ചാൽ നടക്കത്തില്ല. ഫിലോസഫി പഠിച്ചാൽ നടക്കത്തില്ല. നീ ഏതെല്ലാം മാർഗം ഉന്നയിച്ചാൽ നടക്കത്തില്ല. ആ സ്വഭാവം മാറണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന ആ തീക്കുണ്ടത്തിനകത്ത് അതേ ഒന്ന് വലിച്ചെറിയപ്പെടാൻ മനസ്സ് വെക്കുമോ? ആ തീക്കകത്ത് വരുമ്പോൾ അശുദ്ധികളെല്ലാ കീടങ്ങളെയും നീക്കം ചെയ്ത് വിശുദ്ധിയുടെ ആത്മാവില് അത് നിറച്ചെടുത്ത് ജഡസ്വഭാവം മാറ്റി, അതേ പ്രാകൃത സ്വഭാവം മാറ്റി ആത്മസ്വഭാവത്തിൽ നമ്മെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിനെ കഴിയത്തുള്ളൂ. ആകൃതിയും പ്രകൃതിയും മാറ്റും, സ്വഭാവം മാറ്റും. ആകയാൽ ആത്മാവിലാകാതെ, ആത്മാവിൽ വരാതെ, ആത്മാവിൽ നിറയാതെ അത് നടക്കത്തില്ല. അനുഭവമുള്ള ദൈവമക്കൾ സ്തോത്രം ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ആത്മാവിനാൽ നമ്മുടെ സ്വഭാവങ്ങൾ മാറി പരിശുദ്ധാത്മാവ് നിറവിനാല് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആത്മാവ് നിറഞ്ഞാല് രോഗങ്ങൾ സൗഖ്യമാകുന്നു, നമ്മുടെ പ്രശ്നങ്ങള് പലതും മാറിക്കിട്ടുന്നു, നമ്മൾ സമാധാനമുള്ളവരായി ജീവിക്കുന്നു. എന്തെല്ലാം നമ്മുടെ ചിന്തയിലും വിചാരത്തിലും വാക്കുകളിലും പ്രവൃത്തിയിലും ആകപ്പാടെ മാറ്റിത്തരുവാൻ ആത്മസ്വഭാവത്തിന് കഴിയും. സ്വഭാവം മാറിയേ പറ്റത്തുള്ളൂ, അല്ലാതെ ഒന്നും കാര്യം നടക്കുകയില്ല. നമ്മൾക്ക് നാട്ടിൽ നിന്ന് വന്നവരാ. ഒരു കൊച്ചുദാഹരണം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഗ്രാമീണ രീതിയിൽ പറയുക. ഈ കോഴി എന്ന് പറയുന്ന ആ ജീവിയെ നമ്മളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വളർത്തിയിട്ടുണ്ടല്ലോ ഒരു കാലത്ത്. ചില പ്രത്യേകത അതിനുണ്ട്. 2 കാലയിൽ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ കിയോ എന്ന് പറഞ്ഞ് അത് നടക്കും. പക്ഷേ ചില വളർന്നു കഴിയുമ്പോൾ അതിന്റെ സ്വരമൊക്കെ മാറും, സ്ഥിതിയെല്ലാം ഗതിയൊക്കെ മാറും. അതിന്റെ കാരണമുണ്ട്. ഈ കോഴിയുടെ അകത്ത് മുട്ട പിടിക്കുമ്പോൾ കോഴിയുടെ സ്വഭാവം മാറും, ശബ്ദം മാറും, എല്ലാ ഇണക്കവും ഒക്കെ പല വ്യത്യാസമായി വരും. അങ്ങനെ മുട്ടക്കോഴിയെ കാണിക്കുന്ന പണിയൊക്കെ സഹോദരിമാർക്ക് അറിയാമായിരിക്കും കൂടുതല്. അത് കാച്ചുകൂട്ടി വന്ന നല്ല പാട്ടും പാടി സിസ്റ്റമാറ്റിക്കൽ മ്യൂസിക്കുകാർ തോറ്റുപോകും. അത്ര നല്ല പാട്ടാണ് ഈ മുട്ട പിടിക്കുന്ന മുട്ടക്കോഴിയുടെ അകത്തുനിന്ന് പുറത്തോട്ട് വരുന്നത്. ഉടയവന്റെ ചുറ്റുപാടും വന്ന് കറങ്ങി നിൽക്കും. ഈ കോഴി ചവിട്ടുകൊണ്ട് ചായയുള്ളെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ കാൽക്കീഴേന്ന് മാറുകയില്ല. അത് നല്ല ഈണമുള്ള പാട്ടുപാടി വീട്ടുകാരെയൊക്കെ നല്ല ചൈതന്യപ്പെടുത്തി 10 കിലോ തൂക്കമുണ്ടെങ്കിൽ 1 കിലോ പതുക്കത്തിൽ ഒതുങ്ങി നിൽക്കും. ആ സ്വഭാവം അത്രയാ. ഇതിന്റെ അകത്തെ മാറ്റം നിങ്ങൾ കാണുന്നില്ല, കോഴിയുടെ പാട്ടേ കേൾക്കുന്നുള്ളൂ. എന്നാൽ ഞാൻ ചോദിക്കുന്നു, പള്ളിപ്പാക്കാനോ കുറുക്കനോ ഇങ്ങോട്ട് ചാടി വരുമ്പോൾ ഈ കോഴി പാട്ടും പാടി അവിടെ നിൽക്കുമോ? അതെന്താ നിൽക്കാത്തെ? സിസ്റ്റമാറ്റിക്കൽ മ്യൂസിക്കലി ആശാൻ പഠിപ്പിച്ചതാണോ? അതേ കൊച്ചമ്മയെ കാണുമ്പോൾ ഈ പാട്ട് പാടണം, അതേ പള്ളിപ്പാക്കാൻ വരുമ്പോൾ അതേ ആ പാട്ട് പാടണമെന്ന് വല്ലതും പറഞ്ഞാന്നോ?
ഒരൊറ്റ അലർച്ചയും ഒരു ശബ്ദവും കൊണ്ട് പള്ളിപ്പാക്കാരന് ക്ഷുദ്രജീവിയോ ആകാശത്തോടൊരു പരുന്ത് പറക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കോഴി അലച്ചു വിളിച്ച് എവിടെങ്കിലും പോയി അഭയം തേടും. ഒരു കോഴിക്കകത്ത് ഫലമുണ്ടായപ്പോൾ അതിന് ഇത്രയും മാറ്റം വന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അകത്ത് വന്നാൽ മാറ്റം വന്നില്ലെന്ന് പറയുന്നതിന്റെ കാരണം പിന്നെ കണ്ടുപിടിക്കണം. മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടും പരിശുദ്ധാൽ അന്യഭാഷ പറഞ്ഞിട്ടും സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലെന്നുള്ള വിശ്വാസികൾ ഉണ്ടെങ്കിൽ നിശ്ചയമായി അവരെ കുറിച്ചുള്ള സോഷ്യൽ സ്റ്റഡി എടുത്തേ പറ്റത്തുള്ളൂ. എന്നാൽ ഒരു ജീവി അത് പറയുന്നു അങ്ങനെയല്ല, അതിന് വ്യത്യാസമുണ്ട്. ഇണങ്ങേണ്ടിടത്ത് ഇണങ്ങി, അത് നിൽക്കേണ്ടിടത്ത് നിന്ന്, ഫലം കൊടുക്കേണ്ടിടത്ത് ഫലം കൊടുത്ത്, അതിന്റെ അകത്ത് ഫലമുണ്ടായപ്പോൾ അതിന്റെ സ്വഭാവം മാറി. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കോഴിക്ക് മുട്ടയങ്ങ് തീർന്നു. നമ്മളിത് ഒരു ശീലം മുട്ടയെന്നൊക്കെ അങ്ങ് പറയുമല്ലോ, മുട്ടയങ്ങ് തീർന്നു. ഈ കോഴിയുടെ സ്വഭാവം എന്താകും? നമ്മുടെയൊക്കെ ഇടയിൽ മുട്ട തീർന്നതുണ്ട്, പക്ഷേ നമുക്കറിയത്തില്ലല്ലോ. ഇതിന്റെ കുഴച്ചിലെവിടെയാണ്? മുട്ട തീർന്നാൽ, ഫലം തീർന്നാൽ 10 കിലോ തൂക്കമുള്ള കോഴി 1 കിലോയിൽ എല്ലും തൊലിയുമായിട്ട് മാറും. പക്ഷെങ്കിൽ 10 കിലോയൊക്കെ വലുപ്പത്തില് ഈനാമ്പിച്ച് പോലെ ഈ പൂടയും എല്ലാം അങ്ങോട്ട് വികസിപ്പിച്ച് നിന്നിട്ട് പോര് പിടിക്കുന്നത് കണ്ടാൽ പട്ടാളക്കാർക്ക് ഒരു ഒതുക്കാൻ വയ്യാൻ തോന്നിപ്പോകും. കാര്യം എന്താണെന്നറിയാമോ? അകത്ത് ഫലമില്ലാഞ്ഞിട്ടാണ് ഈ പെരുക്കം. കൂട്ടിക്കേറുകയില്ല, കേറിയ വാതുക്കല ഇരിക്കൂ, ഒന്നിനെ കയറ്റി വിടത്തില്ല. അത് കൊച്ചമ്മയെ കൊത്തും, വീട്ടുകാരെ കൊത്തും, കൈ കാണുന്നത് എല്ലാം കൊത്തും. ഒരിണക്കവുമില്ല. പിണക്കമല്ലാതെ ഇണക്കമെന്ന് പറയുന്ന ഒരു സംഭവം അവിടെയില്ല. കാര്യം എന്താന്ന് മനസ്സിലായോ? ഇതാ, മുട്ട തീർന്നു പോയി. ഒരിക്കലുണ്ടായിരുന്നു, അന്ന് നല്ല സ്വഭാവമായിരുന്നു. മുട്ട തീർന്നു പോയി. ഇപ്പോഴേ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കാവുന്നവർ മനസ്സിലാക്കട്ടെ. ആത്മസ്വഭാവം മാറിപ്പോയാൽ വ്യക്തികളിൽ വരുന്ന വ്യതിയാനങ്ങൾ സഹിക്കാനാവാത്തതാണ്. അത് സഭകൾക്ക് അപകടമാണ്, ചുറ്റുപാടുകൾക്ക് അപകടമാണ്, അതൊരു വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ദൈവാത്മ അധിവാസം ജീവിതത്തിൽ ഒരിക്കലും കുറഞ്ഞു പോകാതെ ആത്മാവിൽ നിറഞ്ഞു വരണം, ആത്മാവിൽ വളർന്നു വരണം, ആത്മാവിൽ ആരാധിച്ച് ബലപ്പെട്ട് അത് ഇരിക്കണം. അതുകൊണ്ട് പെന്തക്കോസ്തുകാർ ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ആരാധനയ്ക്ക് മങ്ങൽ വരരുത്, നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് താഴ്ച വരരുത്. അതുകൊണ്ട് ഇന്ന് ഈ രാത്രികാലം അല്പസമയം നമ്മുടെ ആയിരിക്കും. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്റെ ആത്മീയ നിലവാരത്തിൽ താഴ്ചയാണോ ഉണ്ടായിട്ടുള്ളത്? എന്റെ ആത്മീയ നിലവാരത്തിൽ ഉയർച്ചയാണോ ഉണ്ടായിട്ടുള്ളത്? നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെന്ന് വരികല്, അതെ, നിങ്ങൾ ജഡസ്വഭാവക്കാരല്ല, നിങ്ങൾ ആത്മസ്വഭാവക്കാർ തന്നെയാണ്. നമ്മൾ നമ്മളെ കുറിച്ച് നമ്മളെ വിധി എഴുതേണ്ടത്. ഇതെങ്ങും ചെന്ന് സഭയെ മാർക്കിട്ടോ കമ്മിറ്റിക്കാർ പറയേണ്ടതോ നാട്ടുകാർ പറയണമല്ല. നമുക്കറിയാം ദൈവാത്മാവ് എന്നെ നടത്തുന്നു, ദൈവാത്മാവിൽ അധിവസിക്കുന്നു, ദൈവാത്മാവിന്റെ സ്വഭാവം. ആ സ്വഭാവം ജീവിതത്തിൽ പകർത്തുവാൻ കഴിയുന്നതാണ് ആത്മസ്വഭാവമുള്ള കൂട്ടര്. വ്യക്തികളായാലും കൂട്ടരായാലും അത് അങ്ങനെയാണ് ഒരു കാര്യം. ഞാനൊരു വേറൊരു സംഭവം പറയുമ്പോൾ, തൃശ്ശൂർ പൂരത്തിൽ നടന്ന ഒരു സംഭവം, കുറെ വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ പൂരത്തിൽ നടന്ന ഒരു സംഭവം. കേരളം കണ്ടതിലേക്കും വലിയ 2 കവികളാണ് കുഞ്ചൻ നമ്പ്യാരും എഴുത്തച്ഛനും. രണ്ടും കേരള ചരിത്രത്തിലെ, തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കെടികെട്ടിയ 2 ആശാന്മാരായിരുന്നു, എഴുത്തുകാരായിരുന്നു, കവിമാരായിരുന്നു. അവരെ കുറിച്ച് ഒരു നിലയിലും കുറയ്ക്കാനൊക്കത്തില്ല. കുഞ്ചൻ നമ്പ്യാരുടെ പോളിസിയും എഴുത്തച്ഛന്റെ പോളിസിയും രണ്ടും രണ്ടായിരുന്നു. കാര്യം മഹാന്മാരായിരുന്നെങ്കിലും കുഞ്ചൻ നമ്പ്യാരുടെ ചിന്താഗതി ജന്മസ്വഭാവമെന്നുള്ളത് മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും മാറ്റാനൊക്കത്തില്ല. എന്നാൽ എഴുത്തച്ഛന്റെ സിദ്ധാന്തം ഏത് സ്വഭാവത്തിൽ ജനിച്ചതായാലും പരിശീലനം കൊടുത്ത് പഠിപ്പിച്ചു വരുമ്പോൾ അതിന് സ്വഭാവം മാറ്റാമെന്നുള്ള സിദ്ധാന്തമാണ് എഴുത്തച്ഛൻ്റെത്. ഇതങ്ങ് വളർന്നു. അവരുടെ സിദ്ധാന്തങ്ങളില് ഇത് വളരെ പ്രദർശിപ്പിച്ചു. എഴുത്തിലും പദ്യത്തിലും ഗദ്യത്തിലും വേദിയിലും ഒക്കെ. ഒടുവിൽ തൃശ്ശൂർ പൂരത്തിലെ ഒരു വലിയ കമ്മിറ്റിയുണ്ട്. തൃശ്ശൂർ പൂരത്തിലെ കമ്മിറ്റിക്കാര്, അത് ലക്ഷക്കണക്കിന് ജനങ്ങൾ കൂടുന്ന കാര്യം. അന്നൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരെ വരുത്തി രാത്രികാലങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തുക സർവ്വസാധാരണമായ പതിവായിരുന്നു പഴയ കാലത്ത്. ഇവരെ 2 പേരെയും വിളിച്ചു. തൃശ്ശൂർ പൂരത്തിന് ഇവരുടെ ഈ ആദർശങ്ങൾ അഥവാ ഈ ചിന്തകൾ പഠിപ്പിക്കണം എന്നായി. അതൊരു വാദപ്രതിവാദത്തിലേക്ക് ഒരു രാത്രി കൊണ്ടുവന്നു. എഴുത്തച്ഛന് സമയം കൊടുത്തു. എഴുത്തച്ഛൻ നല്ല സഭ്യമായ ഭാഷയിൽ സിദ്ധാന്തം വ്യക്തമായി പറഞ്ഞ് അവതരിപ്പിച്ചോ. ഏതു ജീവിയായാലും ഏതു വ്യക്തിയായാലും
പഠിപ്പിച്ചു പരിശീലിപ്പിച്ചാൽ അതിനൊപ്പിച്ച് സ്വഭാവം മാറ്റിയെടുക്കാമെന്ന്. കുഞ്ചൻ തമ്പിയാര് പറഞ്ഞു, എന്ത് പറഞ്ഞാലും ഏത് ജീവിയായാലും ഏത് മനുഷ്യനായാലും ജന്മസ്വഭാവം എന്തോ ആ സ്വഭാവത്തിനനുസരിച്ച കാര്യങ്ങൾ നീങ്ങത്തുള്ളതുമായി. രണ്ടു വാദങ്ങളായി. ഒടുവിൽ 10 ജഡ്ജിമാരിരിപ്പുണ്ട് മാർക്കിടാൻ. അവര് പറഞ്ഞു, ഈ തൃശ്ശൂർ പൂരത്തിന് ഒരു 1/4 മാർക്ക് ആർക്കും കൂടുതൽ തരാനൊക്കത്തില്ല. രണ്ടുപേര് ശരിക്കും സമർത്ഥിച്ചു. കട്ടക്കട്ടയ്ക്ക് നിൽക്കുകയാണ്. അടുത്ത തൃശ്ശൂർ പൂരത്തിൽ പ്രാക്ടിക്കൽ കാണിക്കാമെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് അംഗീകരിച്ച് മാർക്കിടാമെന്ന് പറഞ്ഞു. പിരിച്ചുവിട്ടു. അടുത്ത തൃശ്ശൂർ പൂരത്തിന് വന്ന് പ്രാക്ടിക്കൽ കാണിക്കണമല്ലോ. എഴുത്തച്ഛൻ പോയി തന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു പൂച്ചയെ അതെ വൈകിട്ട് രാമായണം വായിക്കാൻ സമയമാകുമ്പോൾ തന്റെ അടുത്ത് അതെ വിളിച്ചു വരുത്തി മരോട്ടിക്കായുടെ മോടം ചെത്തി അതിനകത്തുള്ള അരിയെല്ലാം എടുത്തു കളഞ്ഞിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് നിറച്ച് തിരിയിട്ട് ഈ പൂച്ചയുടെ തലയിൽ വെക്കും. ആ പൂച്ച തലയിൽ ഇരിക്കുന്ന ഈ ദീപക്കാഴ്ചയും കൊണ്ട് എഴുത്തച്ഛൻ രാമായണം വായിക്കുമ്പോൾ രാമായണത്തിന് വെട്ടം പിടിച്ചു കൊടുക്കും. വെളുക്കോളം എഴുത്തച്ഛൻ പുസ്തകം രാമായണം വായിച്ചാലും രാമായണത്തിന് ഈവം പിടിക്കുന്ന ഏകാഗ്രതയിൽ നിന്ന് പൂച്ചയ്ക്ക് യാതൊരു മാറ്റവുമില്ല. നാട്ടുകാരൊക്കെ ഈ വിവരം അറിഞ്ഞു, ജഡ്ജിമാരും ഈ വിവരങ്ങൾ അറിഞ്ഞു. എഴുത്തച്ഛൻ ജയിച്ചുപോയി. ഒരു പൂച്ചയെ കൊണ്ട് സന്ധ്യ മുതൽ പാതിരാത്രിയോ വെളുപ്പാങ്കാലം വരെയോ രാമായണം വായനയ്ക്ക് ദീപം പിടിക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ അതെന്തു വലുതാണ്, പഠിപ്പിക്കുകയുടെ ഗുണമാണെന്ന് പറഞ്ഞു. ശരി, നമ്മുടെ മുമ്പേ പറഞ്ഞ കുമാരനാശാന് കുഞ്ഞൻ നമ്പ്യാർ ഈ വിവരം അറിഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന്. കുഞ്ഞൻ നമ്പ്യാരെ ആരും അറിയാതെ ഒരു പ്രാക്ടിക്കല് തയ്യാറാക്കി. അതെന്താന്ന് ചോദിച്ചാൽ ഒരു തടിക്കൂടൊക്കെ പുള്ളിക്ക് ഉണ്ടാക്കി, അതിനകത്തൊരു ജീവിയൊക്കെ കരുതി തൃശ്ശൂർ പൂരത്തിന്റെ ഈ വലിയ കാര്യങ്ങളൊക്കെ സമർത്ഥിച്ചു വരുമ്പോൾ അതിന്റെ പ്രാക്ടിക്കറ്റിന് പുള്ളി ഒരു ചെറിയ കളമൊരുക്കി. അന്ന് തൃശ്ശൂർ പൂരം വന്നു. എഴുത്തച്ഛനെ വിളിച്ചു, എഴുത്തച്ഛന് സമയം കൊടുത്തു. വെളുപ്പാങ്കാലം 3 മണി വരെ രാമായണം വായന തന്നെ. രാമായണം വായന. പൂച്ച വന്നു, മരോട്ടിക്ക ദീപം തലയിൽ വെച്ചു, വട്ടം കറങ്ങി നടന്ന് ഈ ജനലക്ഷങ്ങൾ കാണുക ദീപം പിടിച്ചു കൊടുത്തു. ജയിച്ചു പോയെന്ന് പറഞ്ഞ് കയ്യടി കൊണ്ട് തൃശ്ശൂർ ഇളകി. രക്ഷപ്പെട്ടു, ജയിച്ചു, എഴുത്തച്ഛന് സമ്മാനം എന്നല്ല എല്ലാവരും കൂടെ വിളിച്ചു പറയാൻ തുടങ്ങി. ഒടുവിൽ സമയം കഴിഞ്ഞു. പിന്നെ അവിടുത്തെ ജഡ്ജിമാരും ചുമതലക്കാരും പറഞ്ഞു, ഇനിയും കുഞ്ഞൻ നമ്പ്യാർക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം, കാരണം പറയാനൊന്നുമില്ലല്ലോ, കണ്ടല്ലോ ഇത്. കുഞ്ഞൻ നമ്പ്യാർ അങ്ങോട്ട് വന്ന് പറഞ്ഞു, ഇനി ഞാൻ എന്തോ പറയാനാ, 6 മണി മുതൽ 3 മണി വരെ പൂച്ച ദീപം പിടിച്ചു കൊടുത്ത് രാമായണം വായന ഈ സദസ്സ് മുഴുവൻ ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടിരിക്കേ. ഇതാ ഏതു ജീവിയെയും പരിശീലിപ്പിച്ച നിലയിൽ കൊണ്ടുവരാമെന്ന് കണ്ടില്ലേ. എന്നാൽ അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെന്ന് പറഞ്ഞേച്ച് പുള്ളിക്കാരന്റെ ഒരു പല്ലവിയിലോട്ട് പുള്ളി പ്രവേശിച്ചു. ഒരു ചെറിയ ശ്ലോകവും പദ്യവും ഗദ്യവുമായിട്ടൊക്കെ ഒരു കണക്കിന് പുള്ളി അല്പം സംസാരിച്ചേച്ച് പറഞ്ഞു, പൂർവജന്മം പുനാ പുനാ. ഇതായിരുന്നു പുള്ളി ആ പദ്യം അങ്ങോട്ട് ആരംഭിച്ചത്. പൂർവജന്മം പുനാ പുനാ എന്ന് അങ്ങോട്ട് പറഞ്ഞ പദ്യം പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ കയ്യിൽ തടിക്കൂടുണ്ടായിരുന്നു, അതിനകത്തൊരു എലി ഉണ്ടായിരുന്നു. ആ എലിയെ ആ കൂടിനെങ്ങ ഉള്ളി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ജോലി ഞെക്ക് വെച്ചു കൊടുത്തു. പൂച്ചയെടുത്ത് ആ എലിയെടുത്ത് പൂച്ചയുടെ മുമ്പിച്ചാടി പൂട്ട മരോട്ടിക്കാ ദീപവും കിടുപിടിയെല്ലാം കളഞ്ഞ എലിയുടെ പുറകെ അതിന്റെ പാട്ടിന് പോയി. ഇതുവരെ പോയ വഴിക്ക് എലിയും വന്നിട്ടില്ല, പൂച്ചയും വന്നിട്ടില്ല. എങ്ങനുണ്ട്? നടന്നൊരു സംഭവമാണ്, കേരളത്തിൽ നടന്നൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മനസ്സിലാകുമല്ലോ, അത് ഇങ്ങനെ എല്ലാ സ്വഭാവം മാറി മാറി പരിശുദ്ധനാ പരിപാവനയാ മാലാഖയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ട നടക്കും. പക്ഷേ അറിയത്തില്ല, എലിയെ കാണുമ്പോൾ പൂച്ച അതിന്റെ പാട്ടിന് പോകുന്ന പൂച്ചകളുടെ എണ്ണം കൂടി വരികയാണ്. പറഞ്ഞതെന്താന്ന് മനസ്സിലാക്കിയവർ മനസ്സിലാക്കി, അല്ലാത്തവരോ അങ്ങനെ കേട്ടേച്ച് പോകട്ടെ. അല്ല, ഇപ്പൊ മനസ്സിലായല്ലോ എന്താ ഈ സ്വഭാവം, ഈ ജന്മ സ്വഭാവം എന്ന് പറയുന്നതിന്റെ ഉപദേശപരമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ഞാനൊരു സംഭവം എടുത്ത് ഉദ്ധരിച്ചതേ ഉള്ളൂ. അത് ലോകം അത് അംഗീകരിച്ചതും കണ്ടതുമായ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. എന്നാൽ ഞാനിതിന് വേദശാസ്ത്രപരമായ ഒരു കാര്യം പറയട്ടെ. എത്ര നല്ല പിള്ള ചമഞ്ഞാലും, എത്ര നല്ല കളരികൾ പഠിച്ചാലും, എത്ര നല്ല 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 സിദ്ധാന്തങ്ങൾ പഠിച്ചാലും, പരിശുദ്ധാത്മാവിനാലും വചനത്താലും വീണ്ടും ജനനം പ്രാപിച്ച് ഈ ആത്മസ്വഭാവം കൈവരാത്തിടത്തോളം കാലം ഒരാത്മീക ജയജീവിതം നയിപ്പാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാണ്, ആത്മാവിനാണ് ജനിച്ചത് ആത്മാവിനാണ്. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ഉണ്ടെന്ന് വരികില് നിങ്ങൾ ജയജീവിതമുള്ളവരാണ്, ദൈവാത്മ സ്വഭാവമുള്ളവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ വാക്യത്തിന്റെയൊക്കെ അർത്ഥം നമ്മൾ തേടിപ്പോയാൽ
നിങ്ങൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലെ ഒരു വാക്യം വായിക്കേണ്ടി വരും. നമ്മുടെ ഉപദേശവും അതേ കാര്യങ്ങളുമായി അത് പഠിപ്പിച്ച് ഗ്രഹിപ്പിച്ചെടുക്കണമെങ്കിൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ ദയവ് ചെയ്തൊന്ന് വായിച്ചാട്ട് അനുബന്ധമായി മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് രക്ഷിക്കപ്പെടാത്ത കാലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. പാരീസ് മോഡലായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനല്ല, ദൈവാത്മാവിൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ അകത്ത് കയറ്റിയെങ്കിലേ നമ്മുടെ സ്വഭാവം മാറുള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ എന്നെ ഉപദേശം പറയേണ്ടത് ആ വാക്കിനെ കുറച്ചുകൂടെ സാധൂകരിക്കാൻ വേണ്ടി നിങ്ങൾ കൊലോസ്യ ലേഖനം 3-9-10 വാക്യം വായിച്ചാൽ അതിവിശേഷപ്പെട്ട ഒരു വാക്ക് ഇവിടെ ഇല്ലാത്തത് അവിടെ ചേർത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും ക്ലിയർ. ഒന്ന് വായിച്ചാൽ കുഞ്ഞെ 3-9 അന്യോന്യം ബോഷ്ക്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ ധരിച്ചല്ലോ. പുതുമനുഷ്യനെ തേച്ച് പിടിപ്പിച്ചതല്ല, അത് പഴയതിനെ കളഞ്ഞിട്ട് പുതിയ മനുഷ്യനെ ധരിപ്പിച്ചതാണ്. എന്റെ അർത്ഥം മനസ്സിലായോ? ഉപേക്ഷിച്ചെന്നൊരു വാക്ക് എഫേസ്യലേഖനം കൊടുത്തേക്കുന്നത്. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു. അത് ചതിമോഹങ്ങളാൽ വഷളായി പോയത് ആ പഴയ മനുഷ്യനാണ്. ചതിച്ചത് സാത്താനാണ്, മോഹിച്ചത് മനുഷ്യനാണ്. അങ്ങനെ ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് പുതു മനുഷ്യനെ ധരിച്ചിരിക്കുന്നല്ലോ എന്നാണ് ഈ വെർഷനിൽ കാണുന്നത്. എന്നാൽ കൊലോസ്യ ലേഖനത്തിൽ വരുമ്പോൾ ഉരിഞ്ഞു കളഞ്ഞ്, ആരെ ഉരിഞ്ഞ്? പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ്, അത് പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചിരിക്കുന്നല്ലോ. ഉരിഞ്ഞു കളഞ്ഞേച്ച് ധരിച്ചതേ ശരിയായുള്ളൂ. ആ പ്രമാണം ലേവ്യ പ്രമാണമാണ്. ലേവ്യ പ്രമാണത്തിൽ ഉരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ ഏതൊരു യാഗത്തിന് കൊണ്ടുവരുന്ന കാളയായാലും പല കളറാണ്. മൈലക്കാള, കോളക്കാള, കരിങ്കാള, വെളുത്ത കാള, ഇങ്ങനെ പല പേര് പറഞ്ഞ് കാളയെ കൊണ്ടുവരും. പക്ഷേ പുരോഹിതന്റെ കൈവശം വരുമ്പോഴും കാളയ്ക്ക് കളറുണ്ട്. ഇത് ഏൽപ്പിക്കുന്നവൻ പുറകോട്ട് മാറുമ്പോൾ അവൻ അവിടെ മാറി എന്ന് പറയും, അതെന്റെ കാളയാണ്. ഉടമസ്ഥാവകാശം കളറുള്ളിടത്തോളം കാലം ഉടമസ്ഥാവകാശത്തിന്റെ അതേ ആ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. എന്നാൽ പുരോഹിതൻ ഇതിനെ ഏറ്റുവാങ്ങി അതേ നടയോടെ കയറ്റി യാഗപീഠത്തിൽ വിടുകയല്ല, ആ കാളയെ തോലുലിച്ച് കഷണമാക്കി യാഗപീഠത്തിൽ വെക്കുമ്പോൾ അതേ കോളയുമില്ല, അതേ കറുത്തതുമില്ല, വെളുത്തതുമില്ല, ചുവന്നതുമില്ല, സകല കളറുകളും തോലുരിക്കുമ്പോഴാണ് മാറുന്നത്. പിന്നെ ഒറ്റ കളറേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ലേവ്യ പ്രമാണത്തിൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിക്കണമെന്ന് പറഞ്ഞാൽ ആ പ്രമാണം കൂടെ കൂട്ടിച്ചേർത്ത് പഠിച്ചെങ്കിലേ അതേ കഴിയുള്ളൂ. പലർക്കും വീണ്ടും ജനിച്ചെന്നൊക്കെ പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ആ പഴയ മനുഷ്യൻ പൊങ്ങി വരും. അതെ, പലപ്പോഴും പറയും, ഞാൻ അല്പസമയത്തേക്ക് ഈ പുസ്തകം ഒന്ന് മാറ്റിവെക്കും, അതെ കൈയൊക്കെ ചുരുട്ടി കാണിക്കും. ഇതിന്റെ കാര്യം എന്താണെന്നറിയാമോ കുഞ്ഞ്? കാര്യം കൂട്ടത്തിൽ വന്നപ്പോൾ ഏതാണ്ട് ഒരു പരുവത്തിനൊക്കെ പോകുന്നുണ്ടെന്നേ ഉള്ളൂ. അതെ, വേണ്ടി വന്ന കൈയും ചുരുട്ടും കാലും മടക്കും ഒക്കെ ചെയ്യോ. ഈ സ്വഭാവം പോകാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? അതെന്റെ വല്യപ്പനും അപ്പനും ഒക്കെ അങ്ങനായിരുന്നെന്ന് പറഞ്ഞ് തടിതപ്പാനല്ല പറയേണ്ടത്. വീണ്ടും ജനനത്തിലൂടെ പരിശുദ്ധാത്മാവിനും വചനത്താലും പുതിയരണം പ്രാപിച്ച സൃഷ്ടിക്ക് ആ പഴയ സ്വഭാവത്തിന്റെ ബാലം ഒന്നും കിടക്കത്തില്ല. അത് ആത്മസ്വഭാവത്തിൽ തന്നെ ആ പുതിയ ജീവി ആ നിലയിൽ വളർന്നു വരണം. ആത്മാ ജനനം അഥവാ വചനത്താലും ആത്മാവിനാലുമുള്ള ജനനം, അതിന് ദൈവാത്മാവിൽ വീണ്ടും ജനനം പ്രാപിക്കുക എന്ന് കർത്താവ് പഠിപ്പിച്ചത്. വചനത്താലും ആത്മാവിനാലും ജനിക്കാത്തതൊന്നും സ്വർഗത്തിലും കാണുകയില്ല. അതെ, വചനത്താലും ആത്മാവിനാലും ജനിക്കാത്തതൊന്നും ശരിയായി വരത്തില്ല. പ്രൈസ്തലോ. ഇന്നത്തെ വീണ്ടും ജനനമൊക്കെ പലയിടത്തും നോക്കിയിട്ടും കണ്ടിട്ടും ചെവിവട്ടം കൈപൊക്കി
ഏതാണ്ട് മുങ്ങിപ്പൊങ്ങുന്ന പദ്ധതിയുണ്ട്. കാര്യമായ വിഷയങ്ങളുടെ മുൻപാകെ വരുമ്പോൾ അതെ, പല വിഷയങ്ങളുണ്ടല്ലോ നമ്മുടെ മുമ്പില്. ആള് മാറാനും രൂപം മാറാനും കല്യാണം മുതൽ പല പല വിഷയങ്ങൾ, പല സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അന്നേരമാണ് എലിയെ കാണുമ്പോൾ പൂച്ചയുടെ നൊയമ്പ് പോകുന്നത്. കാര്യം രൂപാന്തരം ഉണ്ടായിട്ടില്ല, ജന്മം പഴയതാണ്. കാര്യമായ നമ്മുടെ ഒരു ഉപദേശമാണ്. ഞാൻ വേദോപദേശം കൊണ്ടത് സ്ഥാപിച്ചു. എനിക്ക് നിന്ന് സംസാരിപ്പാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായും അതെ, ദൈവകൃപയാൽ ഈ വചനമുള്ളത് കൊണ്ട് മണിക്കൂറുകൾ നിന്ന് പ്രതിപാദിക്കുവാനുള്ള വകുപ്പ് അതിനകത്തുണ്ട്. ഇന്നെങ്കിലും ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. യോഗത്തിന്റെ നടത്തിപ്പുകാരോട് അതിക്രമം കാണിക്കുന്നത് ശരിയല്ലല്ലോ, നിങ്ങളോടും അത് കാണിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവർ തന്നെയാണ്. ഒരു വാക്യം കൂടെ ഞാൻ പറയുന്നു. ജഡത്തിൽ ജീവിക്കാൻ നമുക്ക് ജഡീയ വിചാരങ്ങളോ അശുദ്ധമായ ചിന്തകളോ വന്നു ഭവിച്ചാൽ അത് ഈ ശരീരം അതേ ലോകത്തിലല്ലേ ജീവിക്കുന്നത്. ഈ പ്രകൃതിയും ചുറ്റുപാടും ഒക്കെ കാണുമ്പോൾ അതനുസരിച്ചൊക്കെ ചിലതൊക്കെ മാറിപ്പോവുകയല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിനെ അതിജീവിക്കാൻ നമുക്ക് വന്നിരിക്കുന്ന ഉപദേശം എന്താണെന്ന് ഞാനത് വ്യക്തമാക്കി ഇവിടെ ഇരിക്കാം. ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായം തന്നെ മറുപടി പറയട്ടെ. അതിൽ 13-ാം വാക്യം തന്നെ ഒന്ന് വായിച്ചു തരണം. അത് വായിച്ചു കഴിയുമ്പോൾ എന്റെ പ്രസംഗവും നിർത്തിയിരിക്കും. ഇനി നിവൃത്തിയില്ലാത്തതുകൊണ്ട് തുടരത്തില്ല. വായിച്ചോട്ടെ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. അവിടെ കണ്ട ഉപയോഗിച്ച വാക്ക് ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കൾ. അപ്പൊ കൂട്ടുകാർ നടത്തുകയും നാട്ടുകാർ നടത്തുകയും സ്നേഹിതന്മാർ നടത്തുകയും പാപികളുടെ നടത്തിപ്പി പോവുകയും ഒക്കെ ചെയ്താൽ അവരാരാ? ഒരുവനെ ദൈവമക്കളായ ആത്മസ്വഭാവത്തിൽ അറിയണം. ആത്മസ്വഭാവത്തിൽ നടക്കുന്നവനെ നടത്തേണ്ടതാരാ? നമ്മുടെ സൊസൈറ്റിയെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഇടപെടുന്ന, നടമാടുന്ന, നമ്മൾ പോകുന്ന ആ ചുറ്റുപാടുകളുണ്ടല്ലോ, നമ്മൾ സൂക്ഷിക്കണം. ഇവിടെ ഒരു വാക്ക് തന്നിരിക്കുന്നു. അതെ, ദൈവാത്മാവ് നടത്തുന്നവരാണെങ്കിൽ, പെന്തക്കോസുകാരാണെന്നല്ല, നിങ്ങളോ ദൈവാത്മാവ് നടത്തുന്നവരാണെങ്കിൽ ദൈവമക്കളാണെന്ന. ഇവിടെ സംഘടനയ്ക്ക് യാതൊരു വകുപ്പും സ്ഥാനവും കൊടുക്കുന്നില്ല. സ്വഭാവം ആത്മാവിനാണ് കൊടുക്കുന്നത്. ആത്മസ്വഭാവമുള്ളവരുടെ ആരാധനയാണ് അത് റിയൽ പെന്തക്കോസിന്റെ ആരാധന എന്ന് പറയുന്നത്. അത് കൈവിടാൻ പാടില്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താ? 13-ാം വാക്യം എന്താ ഇവിടെ വായിച്ച് നിങ്ങൾ തുടങ്ങിയത്? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ മരിക്കും. 50 കൊല്ലം പെന്തക്കോസ് ജീവിച്ചിരിക്കുക, 40 കൊല്ലം അല്ലെങ്കിൽ ഭക്തിയുടെ കാലങ്ങള് അതേ വാദോരാതെ പറയുന്നവരാണെന്ന് ഇരിക്കട്ടെ. പക്ഷേ മറുപടി അതിനൊരു ചോദ്യമുണ്ട്. നിങ്ങളോ ആ കാര്യം സൂക്ഷിക്കണം. ജഡത്തെ അനുസരിച്ചുള്ള ജീവിതമാണെങ്കിൽ നിങ്ങളുടെ മേലുള്ള മേലെഴുത്ത് മരണമെന്നാണ്. 1-ാം വാക്യത്തിൽ ദൈവാത്മാവിൽ അതെ വരുന്ന ഒരു വ്യക്തി ക്രിസ്തുവേശുള്ളവന് ഒരു ശിക്ഷാവിധിയും ഇല്ലെന്ന് പറഞ്ഞിട്ട് 13-ാം വാക്യം ആ വായിൽ ആ തൂലികയില് വന്നപ്പോൾ അധിക നിമിഷങ്ങൾ എടുത്തില്ല. ആ നിമിഷത്തിൽ എഴുതിയ വാചകം അതിന്റെ തുടർ വാചകമാണ്. എന്താ പറഞ്ഞേക്കുന്നത്? മരണത്തിന്റെ ചീട്ട് നിന്റെ മേൽ കിടക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ച് ഇങ്ങോട്ട് വരികയാ. അത് ക്രിസ്തുവേശുള്ളവരാ, കാര്യം ശരിയാണ്. ആത്മസ്വഭാവമുണ്ടോ? ക്രിസ്തുവേശിൽ ഉണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ലെന്ന് അവിടെ തീർത്തെഴുതിയിട്ടില്ല അധ്യായത്തില്. അതുകൊണ്ട് അവനുള്ളവനാകണമെങ്കിൽ അവന്റെ ആത്മാവ് വേണം, അവന്റെ ആത്മാവ് വസിക്കണം, അവന്റെ ആത്മാവ് നടത്തണം, അവന്റെ ആത്മാവിൽ നടക്കണം, അവന്റെ ആത്മാവിൽ ആരാധിക്കണം, അവന്റെ ആത്മാവിൽ ജയജീവിതം നയിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നു, അടുത്ത വാചകം എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവിന് എന്നാ കാണിക്കണം. 13-ാം വാക്യം, ജഡത്തിനനുസരിച്ച് ജീവിക്കുക, നിങ്ങൾ മരിക്കുക നിശ്ചയം. അടുത്ത തന്നെ ചെയ്യണ്ടേ? ആത്മാവിനാൽ എന്തു ചെയ്യണം? ആത്മാവിനാൽ മറുഭാഷ പറയണമെന്ന് അന്നോട് എഴുതിയേക്കുന്നേ. അതൊക്കെ വേണ്ടുവോളം പറഞ്ഞു, ആർക്കും എതിരില്ല. പക്ഷെ ആത്മാവിനാൽ മറുഭാഷ പറയുന്നവരോടാ ഞാൻ പറയുന്നത്. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ, ചെയ്തികളെ മരിപ്പിക്കണമെങ്കിലേ നീ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരുമോ? ഞാൻ ഉപദേശമേ പറഞ്ഞുള്ളല്ലോ, വാക്യവും വായിച്ച് കേൾപ്പിച്ചിട്ടാണല്ലോ. അതുകൊണ്ട് നമ്മുടെ കണക്കുകൂട്ടുകളല്ല, നമ്മുടെ സങ്കല്പങ്ങളല്ല, അതെ നമ്മളല്ലെങ്കിൽ ചിലതൊക്കെ കണ്ടിട്ടുണ്ടതല്ല,
പ്രമാണമെന്ന് പറയുന്നതിന് വാനഭൂമികൾ മാറിയാൽ മാറ്റമില്ലാത്ത ദൈവത്തോളം നിലനിൽപ്പുള്ള ദൈവത്തിന്റെ വചനമാണിത്. ആ വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മിലുള്ളതായ ആ പാപത്തെ മരിപ്പിക്കുന്നു എങ്കിൽ, ആ ജഡത്തിന്റെ പ്രവൃത്തികൾ മരിപ്പിക്കുന്നു എങ്കിലേ ജീവിക്കത്തുള്ളെന്ന് ദൈവാത്മാവ് പറയുന്നു, ഉപദേശം പറയുന്നു. ഉണ്ട് ഞാൻ ഇന്ന് ഈ രാത്രികാലം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ആ വിഷയത്തിന്റെ ആ ചുരുക്കം വാക്കുകളിലൂടെ ഇത് ഒതുക്കിയെടുക്കുമ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ജയജീവിതമില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ ദൈവമക്കളിൽ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് ആത്മാവിനാൽ നടക്കുവാനും ആത്മാവിനാൽ നമ്മുടെ ജീവിതം പൂർണ്ണമായി തീരുവാനുമാണ്. ആത്മാവിനെ നമുക്ക് തന്നതിന്റെ ഉദ്ദേശം ഇത്, നമ്മിൽ മുളയ്ക്കുന്ന പാപത്തിന്റെ മുളകളെ ആത്മാവിൽ കരിച്ചു കളയണം. നിങ്ങൾക്കറിയാമല്ലോ, കാൻസർ രോഗികൾക്കും പിന്നെ തൈറോയ്ഡ് രോഗികൾക്കും ഒക്കെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇനി അനുബന്ധ ചികിത്സ എന്ന് പറയുന്ന ചില ചികിത്സകളുണ്ടല്ലോ. അതെ, നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുള്ളവരല്ലേ. അതെ, പിന്നെ റേഡിയേഷനും പിന്നെ ചില തെറാപ്പികളും ഒക്കെ വരുന്നതാണ്. സുഖമായ കാര്യമാണോ? അല്ല. രോഗിയെ കൊല്ലുന്ന രോഗാണുക്കളെ കൊല്ലുവാനുള്ള ചികിത്സാ വിധികളിലൂടെ വേണ്ടപ്പെട്ടത് പലതും നഷ്ടപ്പെട്ടു പോയെന്ന് വരാം. എന്നാലും ആ ചികിത്സയ്ക്ക് വിധേയരാകുകയും നമ്മൾ ആക്കുകയും അങ്ങനെയുള്ള രോഗികൾക്ക് ശുശ്രൂഷിക്കുകയും ചെയ്യത്തില്ലേ? അത് എന്തിന്? രോഗിയെ കൊല്ലാനാണോ? അല്ല, രോഗിയെ കൊല്ലുന്ന രോഗാണുക്കളെ കൊല്ലാനാണ് ഈ ചികിത്സകൾ പിന്നെ ചെയ്യുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ചികിത്സ നടത്തിയാൽ രോഗിയെ കൊല്ലത്തില്ല, വേണ്ടുന്നതൊന്നും നശിപ്പിക്കത്തില്ല. നിന്റെ ജീവന്റെ നിലനിൽപ്പ് നിലനിർത്തിക്കൊണ്ട്, നിത്യയുടെ അവകാശത്തിന്റെ ഉദ്ദേശത്തിൽ നിന്നെ നിർത്തിക്കൊണ്ട്, അത് ജഡത്തിന്റെ സ്വഭാവങ്ങളെ, മാരകമായി ജഡത്തിന്റെ ഭവിഷ്യത്തുകളെ ആത്മാവിനാൽ നശിപ്പിച്ച് അതിനെ കരിച്ച് കൊന്നുകളയുന്നെങ്കിൽ നമ്മൾ ജീവിക്കും. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന് വിധേയരാണോ? ആത്മാവിന്റെ ഫലങ്ങളും ജഡത്തിന്റെ ഫലങ്ങളും ഒക്കെ ഗലാത്യയിലെ 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴും അങ്ങോട്ട് തുടർന്നില്ല, നിങ്ങൾക്ക് അറിയാം, അത് വായിച്ചു നോക്കിയാൽ മതി. ആത്മാവിൽ ഉള്ളവർ, ആത്മസ്വഭാവമുള്ളവർ അതിന്റെ ഫലങ്ങളോടുകൂടെയാണ് ജീവിതം കാണിക്കുന്നത്. ജഡസ്വഭാവം ഉള്ളവരിലൂടെ അതിന്റെ ഫലമാണ് വെളിയിൽ വരുന്നത്. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന വചനത്തിൽ ജഡസ്വഭാവത്തിന്റെ ഫലം നമ്മിൽ വരുന്നുണ്ടെങ്കിൽ തർക്കിക്കണ്ട. രോഗലക്ഷണം കാണുമ്പോൾ അതേ ആ രോഗത്തിന്റെ ലക്ഷണം മനസ്സിലാക്കി പ്രതിവിധി തേടി പരിഹാരമുണ്ടാക്കി ജീവിക്കാൻ നോക്കേണ്ടതാണ് നമ്മുടെ ആവശ്യം. ആത്മാവിനെ നമുക്ക് തന്ന ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമുണ്ട്. എന്തുവാ? ദൈവത്തിന്റെ ദാനം. പരിശുദ്ധാത്മാവ് സഭയിലല്ല ഇരിക്കുന്നത്, ഫെയ്ത്തോമിലല്ല ഇരിക്കുന്നത്, ഈ ഹോളിലും അല്ല ഇരിക്കുന്നത്. ദൈവത്തിന്റെ ദാനമായി നമ്മിൽ ഓരോരുത്തരിലും ഇരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എന്താ ഇതിന്റെ ഗുണം? നമ്മിലിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവമനുഷ്യരും ദൈവാനുരൂപവുമാക്കുക അല്ലേ ചെയ്യുന്നത്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഈ ഇരിക്കുന്ന ആരും അത് നമ്മെ വിലയ്ക്ക് വാങ്ങിയവരെ നമ്മുടെ വകയല്ല. ആത്മാധിവാസമുള്ള ദൈവമക്കളോട് ഞാൻ സംസാരിക്കുന്നു. ആത്മാവ് അധിവസിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധരായ അതേ സഹോദരന്മാരെ, ആത്മാവ് അധിവസിക്കുന്ന നമ്മളാരും നമ്മുടെ വകയല്ല. ആത്മാവിന്റെ ബംഗ്ലാവ്, അല്ലെങ്കിൽ ആത്മാവിന്റെ പള്ളി, ആത്മാവിന്റെ ആലയം, ആത്മാവിന്റെ വീട്, മന്ദിരം, ഇതൊക്കെ പറഞ്ഞു വെച്ചോ. ഈ ശരീരം നമ്മുടേതല്ല. പരിശുദ്ധാത്മാവിനെ താമസിപ്പിച്ച് നമ്മുടെ വീണ്ടെടുപ്പ് നാളിനായ മുദ്രയിട്ട് നമ്മെ നിത്യയിൽ എത്തിക്കുവാൻ ദൈവാനുരൂപമാക്കി നമ്മെ പൂർണ്ണതയിലും അത് എത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഗലാത്യലേഖനം പറയുന്ന പോലെ ആത്മാവിൽ നടക്കണം, നമ്മൾ ആത്മാവിൽ ജീവിക്കണം, നമ്മൾ ആത്മാവിൽ വളരണം. അത് ഓരോന്ന് എടുത്ത് പറഞ്ഞതിന്റെ ഫലം ഇന്നതാണെന്ന് വിശദീകരിക്കാൻ ഒക്കുകയില്ല. എന്നാൽ ജീവിതത്തിൽ എപ്പോഴും അനുദിനവും ജോലികളും വേലകളും വിദ്യാഭ്യാസവും പഠനവും നിങ്ങൾക്കുള്ള കാര്യപരിപാടി ഒക്കെ നടക്കട്ടെ. ദാനിയലിനെ പോലെയും ജോസഫിനെ പോലെയും അതേ എബ്രായ ബാലന്മാരെ പോലെയും സമയം വരുമ്പോൾ ഭക്തി ഉയർത്തിപ്പിടിക്കണോ, ദൈവാധിവാസമുണ്ടായേ മതിയാകത്തുള്ളൂ. എരുതി കണ്ടാൽ ആത്മാവ് ഭയപ്പെടത്തില്ല, സമക്കുഴി കണ്ടാൽ ആത്മാവ് ഭയപ്പെടത്തില്ല. അതേ രാജാവിന്റെ കൽപ്പന ഇറങ്ങിയാൽ അതേ ആത്മാവ് ഭയപ്പെടത്തില്ല.
അത് ഇവരൊക്കെ എങ്ങനെയാ ജയിച്ചത്? ആത്മാവിനാൽ ജഡത്തെ ജയിച്ചു, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ ജയിച്ചു, ആത്മാവിനാൽ രാജാക്കന്മാരുടെ കൽപ്പനകളെ ജയിച്ചു, ആത്മാവിനാൽ അതേ ആ സമൂഹക്കൂടിയെ ജയിച്ചടക്കി. ആകയാൽ ഇതെങ്ങനെ സാധിച്ചു? പരിശുദ്ധാത്മാവിനാൽ വിശ്വാസിക്ക് ജയ ജീവിതമുണ്ട്. അതൊരു സംഘടന തരുന്നതല്ല, അത് പരിശുദ്ധാത്മാവ് തരുന്ന ആ ജയ ജീവിതമാണ് നമുക്ക് ആവശ്യം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തനത്തെ മരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കോ, അല്ല ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും. ഈ വിളംബരമാണ് പരിശുദ്ധാത്മാവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് എന്റെ സമയപരിധിക്കകത്ത് നിന്നുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായ കാര്യം, ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരുത്തർക്കും അത് നിഷേധിക്കാനാവാത്ത കാര്യം, എന്തെല്ലാം കാര്യങ്ങൾ മാറി നിന്നാലും ആത്മാവിനെ കൂടാതെ ജീവിക്കുവാൻ സാധ്യമല്ല. ആത്മാവിനെ കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ആത്മാവിനെ കൂടാതെ പാപത്തെ ജയിപ്പാൻ സാധ്യമല്ല. ആത്മാവിനെ കൂടാതെ ജഡത്തെ ജയിപ്പാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏത് നമുക്ക് അത് ജീവിതത്തിൽ ബലഹീനതയായിട്ട്, താഴ്ചയായിട്ട്, തകർച്ചയായി തോന്നുന്നു, ആ ഭാഗം നികത്തുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മുടെ ജീവിതത്തെ ജയ ജീവിതമാക്കി നിർത്തുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് രാത്രികാലം നമുക്ക് ഓർക്കാം, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ഇന്ന് രാത്രിയും ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം.